ഇനി നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. എന്തൊക്കെ സംഭവിക്കുന്നു, ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ, സമാധാന ശ്രമങ്ങൾ എവിടെ വരെ എത്തിയെന്ന് നോക്കുമ്പോൾ ഇറാനുമായി കരാറിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മുഖേന അമേരിക്ക കൈമാറിയ 14 നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണെന്നും മറുപടി ഉടൻ കൈമാറുമെന്നും ഇറാൻ. ഹോർമുസിലെ ഉപരോധവും നിയന്ത്രണവും ഉടൻ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് US സമർപ്പിച്ച 14 അജണ്ട. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക എന്നീ ആവശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു സമാധാന ശ്രമങ്ങൾ അത് ഫലവത്തായി പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ 14 നിർദ്ദേശങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, അത് US കൈമാറുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അതൊരിക്കലും ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു വരികയാണെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഒരു തത്വത്തിൽ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ചർച്ചാമേശയിലേക്ക് എത്തുന്നത് ഇനിയും വൈകിയേക്കാനുള്ള സാധ്യത തന്നെ കാണുകയാണ്. ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം എന്നത് ട്രംപിൻ്റെ അല്ലെങ്കിൽ ആ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. അത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ട്രംപ് ആഭ്യന്തര തലത്തിലും അതോടൊപ്പം തന്നെ ആഗോളതലത്തിലും നേരിടുന്നത്. കാരണം ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ഇറാൻ തിരിച്ചറിയുകയും വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദ നടപടികളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി പിന്നീട് ഫ്രീഡം പ്രോജക്റ്റ് എന്ന പേരിൽ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമുസ് കടക്കാൻ താൻ അനുവദിക്കുമെന്നതുൾപ്പെടെയുള്ള വീരവാദങ്ങളൊക്കെ ഉയർന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക ഒട്ടും എളുപ്പമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് ട്രംപ് വരികയായിരുന്നു. അതുമാത്രമല്ല, ഒക്ടോബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അത് ഡെമോക്രാറ്റുകൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ കൂടി വന്നതോടുകൂടിയാണ് വളരെ ചടുലമായിട്ടുള്ള ഒരു പിന്മാറ്റം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. അത് ഇസ്രായേലിനെ പോലും ആ വിശ്വാസത്തിലെടുക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് തങ്ങളുമായി ഒരു കൂടിയാലോചന പോലും നടത്താതെയാണ് ഈ 14 നിർദ്ദേശം ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന ഇറാന് കൈമാറിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് വരണമെന്ന് തങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടതായിരുന്നു, അതുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം 15 വർഷത്തേക്ക് മാത്രം നിർത്തിവെക്കുക എന്നൊരു നിർദ്ദേശമാണ് ഈ 14 നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് എന്നുകൂടി ഇസ്രായേൽ മാധ്യമങ്ങൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് അമേരിക്കയുമായി തയ്യാറല്ല. പക്ഷേ അതേസമയം ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന അമേരിക്കയുടെ ആഗ്രഹം, അത് തങ്ങളും ആ താല്പര്യം ഉൾക്കൊള്ളുന്നുണ്ട്. ചൈനയും റഷ്യയും ഒക്കെ ഏതാണ്ട് അതേ അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇറാനെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ തീരുമാനം എന്നതായിരിക്കും ഇതിന് ഏറ്റവും പ്രധാനം. ആദ്യഘട്ടത്തിൽ ഹോർമുസിലെ പ്രതിസന്ധി തീർക്കുക, തുടർന്ന് മാത്രമാണ് സങ്കീർണ വിഷയങ്ങളായിട്ടുള്ള ആണവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഹോർമുസിലെ പ്രതിസന്ധി തീർക്കുകയും അതോടുകൂടി ഊർജ്ജ മേഖല നേരിടുന്ന അല്ലെങ്കിൽ ലോക സമ്പദ്ഘടന നേരിടുന്ന ആ പ്രതിസന്ധി മാറിയാൽ തന്നെ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാമെന്നൊരു തീർപ്പിലേക്ക് ഇപ്പോൾ ട്രംപ് ഭരണകൂടം കൂടി എത്തിച്ചേരുകയാണ്. പക്ഷേ അതേസമയം യുദ്ധസന്നാഹങ്ങൾ വലിയ തോതിൽ തന്നെ അമേരിക്ക മേഖലയിൽ തുടരുന്നുണ്ട്. ഇസ്രായേലിലേക്ക് കൂടുതൽ ആയുധങ്ങളും പോർവിമാനങ്ങളും എത്തിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം പുനരാരംഭിക്കുമെന്നത് മുന്നറിയിപ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയിലൂടെ താൽക്കാലികമായെങ്കിലും ഒരു യുദ്ധവിരാമത്തിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെ നോക്കിക്കാണുന്നതും. ജിൽസി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.